തെലുങ്ക് സിനിമാ ലോകത്തെ സ്റ്റൈലിഷ് സ്റ്റാർ അല്ലു അർജുന്റെ 42ാം ജന്മദിനം. 21 വർഷമായി അല്ലു അർജുൻ സിനിമയിലെത്തിയിട്ട്. 2004-ൽ പുറത്തിറങ്ങിയ ആര്യയാണ് അല്ലു അർജുന്റെ കരിയറിൽ വഴിത്തിരിവുണ്ടാക്കിയ ചിത്രം. പക്ഷെ അതിനു മുൻപ് തന്നെ അല്ലു തെലുങ്ക് സിനിമയിൽ നായകനായി അഭിനയിച്ചിട്ടുണ്ട്. എന്നാൽ മലയാളികൾ സ്വന്തമാക്കിയത് മൊഴിമാറ്റ സിനിമകളിലൂടെയായിരുന്നു. ാം പിറന്നാൾ ആഘോഷിക്കുന്ന അല്ലു അർജുൻ ആഡംബരത്തിലും പ്രൊഫഷണലിസത്തിലും വ്യക്തിഗത നേട്ടങ്ങളിലും തന്റേതായ മാനദണ്ഡങ്ങൾ പാലിക്കുന്നയാളാണ്. അല്ലു ഒരു ബ്രാൻഡിങ്ങിന് ഓക്കെ പറയണമെങ്കിൽ 4 കോടി രൂപയാണ് പ്രതിഫലം കൊടുക്കേണ്ടി വരിക. തന്റെ വ്യക്തിപ്രഭാവവും വിശ്വാസവും കടമെടുക്കുന്നതിനുള്ള ഫീസായിട്ടാണ് അല്ലു ഇതിനെ കാണുന്നത്. ഹൈദരാബാദിലെ ആഡംബരത്തിന്റെ അവസാന വാക്കായ ജൂബിലി ഹിൽസിൽ താരത്തിന് 100 കോടിയുടെ ബംഗ്ലാവാണുള്ളത്. എന്നും തന്റെ സ്വപ്നങ്ങളെ പിടിച്ചടക്കുന്ന അല്ലുവിന്റെ നേട്ടങ്ങൾ ഇവിടെയും അവസാനിക്കുന്നില്ല. 80 കോടിയോളം വരുന്ന സ്വകാര്യ ജെറ്റിന്റെ ഉടമയായ അല്ലുവിന്റെ ആദ്യ വരുമാനം വെറും 3500 രൂപയായിരുന്നു. സിനിമയിലേക്ക് വരും മുൻപ് ആനിമേറ്റർ, ഡിസൈനർ ജോലികൾ താരം ചെയ്തിട്ടുണ്ട്. എന്നാൽ അതിനുശേഷം അല്ലുവിന്റെ വളർച്ച വേഗത്തിലായിരുന്നു. താരത്തിന്റെ വീട് മാത്രമല്ല, ഗാരേജ് കണ്ടാൽ പോലും ആഡംബര വാഹനങ്ങൾ വിൽക്കുന്ന ഒരു ഡീലർഷിപ്പാണെന്നേ തോന്നൂ. ഹാമർ H2, റേഞ്ച് റോവർ വോഗ്, ജഗ്വാർ XJ, മെഴ്സിഡസ് 200 ഓഡി എന്നിവയുൾപ്പെടെ കാറുകളുടെ ഒരു കമനീയ ശേഖരം തന്നെ അല്ലുവിനുണ്ട്. തന്റെ വ്യക്തിത്വത്തെ ഓരോ രീതിയിൽ നിർവചിക്കുന്നതാണ് ഓരോ ആഡംബര വാഹനവുമെന്ന വിലയിരുത്തലാണ് നടന്. ദക്ഷിണേന്ത്യയിലെ സൂപ്പർ താരങ്ങളുടെ നിരയിൽ തന്നെയാണ് ആസ്തിയുടെ കാര്യത്തിൽ അല്ലു അർജുന്റെ സ്ഥാനം. ഫാൽക്കൺ എന്ന വാനിറ്റി വാനിലാണ് തന്റെ പ്രൊഫഷണൽ ക്രിയേറ്റിവിറ്റി അടക്കം അല്ലു പരിപാലിക്കുന്നത്. 7 കോടിയാണ് വാനിന്റെ വില. കൂടാതെ അല്ലുവിന്റെ ബിസിനസ് സംരംഭമാണ് അല്ലു സ്റ്റുഡിയോസ്. സിനിമാ വ്യവസായത്തിന് ആവശ്യമായ രീതിയിലാണ് സ്റ്റുഡിയോയുടെ സംവിധാനം. എന്നാൽ ഇപ്പോൾ പിറന്നാൾ ദിനത്തിന് ഇരട്ടി മധുരമായി പുഷ്പ ദി റൂൾ ചിത്രത്തിന്റെ ടീസറും പുറത്തുവന്നിട്ടുണ്ട്. ഏകദേശം 1 മിനിറ്റ് ദൈർഘ്യമുള്ള ടീസറിൽ ഒരു ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ പശ്ചാത്തലമാണ് കാണിക്കുന്നത്. സാരിയും ആഭരണങ്ങളും അണിഞ്ഞ അല്ലു അർജുന്റെ രൂപം ആരാധകർ ഇതിനോടകം തന്നെ ഏറ്റെടുത്തു കഴിഞ്ഞു.